കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം PP ദിവ്യയുടെ പ്രസംഗമെന്ന് കുറ്റപത്രം. ദിവ്യയ്ക്ക് പുറമെ മറ്റാരെയെങ്കിലും പ്രതി ചേർക്കാനുള്ള തെളിവുകളില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗ ദൃശ്യങ്ങൾ തെളിവായി. കുറ്റപത്രം പോലീസ് ഉടനെ കോടതിയിൽ സമർപ്പിക്കും. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ആത്മഹത്യയാണെന്നാണ് കുറ്റപത്രം പറയുന്നത്. ഒരേ ഒരു പ്രതി മാത്രമേ ഉണ്ടാവൂ, അത് PP ദിവ്യ മാത്രമായിരിക്കും, മറ്റു കൂട്ടുപ്രതികൾ ഉണ്ടാവില്ല. ഇതിൽ മുഴുവൻ പരിശോധനയും പൂർത്തിയാക്കിയതിനു ശേഷമാണോ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നത് പോലീസ്? അരുൺ, കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PP ദിവ്യയുടെ യാത്രയപ്പ് യോഗത്തിലെ പ്രസംഗമാണ് ഈ ആത്മഹത്യക്ക് കാരണം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിന്റെ ഭാഗമായി കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. പോലീസ് അക്കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഇതിന് പുറമെ ദിവ്യയ്ക്ക് പുറമെ ഈ പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള പ്രശാന്തനും ഈ വ്യാജ പരാതിയുടെ കേന്ദ്രം എവിടെയാണ്, അത് ഉത്പാദിപ്പിച്ച കേന്ദ്രം എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ വിധേയമാക്കണമെന്നുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അത്തരമൊരു കാര്യങ്ങളിലേക്ക് അന്വേഷണം കടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കുറ്റപത്രത്തിൽ പറയുന്നത് ഈ കേസിൽ ദിവ്യയ്ക്ക് പുറമെ മറ്റാരെയും പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പോലീസ് രേഖപ്പെടുത്തുന്നത്. ദിവ്യ നടത്തിയിട്ടുള്ള ഈ പ്രസംഗം മാത്രമാണ് ഈ ആത്മഹത്യയിൽ ഒരു തെളിവായുള്ളത്. ആ തെളിവാണ് ദിവ്യയെ ഈ കേസിന്റെ ഭാഗമായി പ്രതി ചേർക്കാനുള്ള കാരണം. ആ പ്രസംഗമാണ് ആത്മഹത്യയിലേക്ക് നവീൻ ബാബുവിനെ നയിച്ചത് എന്നുള്ള കാര്യം കൂടി കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദിവ്യയുടെ ഫോൺ രേഖകളും മറ്റ് വാട്സപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദിവ്യയുടെ ഫോൺ രേഖകൾ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ദിവ്യ ഈ വീഡിയോ മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്കും പത്രമാധ്യമങ്ങൾക്കും ഒക്കെ അയച്ചു നൽകിയിട്ടുണ്ട്, പല ഗ്രൂപ്പുകളിലും അയച്ചു നൽകിയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ദിവ്യ വിളിച്ചു വരുത്തിയതിന്റെ ഭാഗമായാണ് ഒരു പ്രാദേശിക ചാനൽ അവിടെ എത്തി ഈ യാത്രയപ്പിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ആ പ്രസംഗം ഉൾപ്പെടുത്തിയിരിക്കുകയും പിന്നീട് അത് ദിവ്യയ്ക്ക് ഈ ചാനലിൽ നിന്നും അയച്ചു നൽകുകയും ആ പ്രസംഗം ദിവ്യ മറ്റ് പല ആൾക്കാർക്കും അയച്ചു നൽകി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. ദിവ്യ ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചാണ് ഇപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദിവ്യക്ക് പുറമെ മറ്റാരെയും പ്രതി ചേർക്കാനുള്ള തെളിവുകളില്ല എന്നുള്ളതും ദിവ്യ നടത്തിയിട്ടുള്ള ഈ യാത്രയപ്പ് യോഗത്തിലെ പ്രസംഗമാണ് ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതുമെന്നുള്ള ഒരു കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഉടൻ തന്നെ ഈ കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യയാണ്, ആത്മഹത്യക്ക് ഒരേ ഒരു പ്രതി മാത്രമാണ് പ്രേരണ, അത് PP ദിവ്യയുടെ പ്രസംഗമാണ് എന്നാണ് ഇപ്പോൾ കുറ്റപത്രം പറയുന്നത്. മറ്റു കൂട്ടുപ്രതികളില്ല എന്നും കുറ്റപത്രം പറയുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.